ചേച്ചി സമരരംഗത്ത് ഞാൻ വാർഡ് മെമ്പറാണ്. ഞങ്ങൾക്കിപ്പോൾ ഇത്രയും ജനങ്ങൾ ഇവിടെ കൂടിയിട്ടുണ്ട്. അവരെ ജീവൻ വില വെച്ചിട്ടുള്ള ഒരു സമരമുറയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ന്യൂസ് ചാനലൊക്കെ വന്നിരിക്കുന്നതാണ്. നമുക്കറിയാം ഇപ്പോൾ ഇതിൻ്റെ പേരിൽ ഇന്ന് ഈ രാത്രി ചിലപ്പോൾ ഫോറസ്റ്റുകാർ ഈ ജനങ്ങൾക്കെതിരെ ഫോട്ടോസൊക്കെ കാണിച്ച് അവർ ഈ ജനങ്ങൾക്കെതിരെ രാത്രി ചിലപ്പോൾ ഞങ്ങൾക്കെതിരെ കേസെടുക്കാം എന്നുള്ളൊരു രീതിയിലേക്ക് പോകാം. അതിരപ്പള്ളിയിലേക്ക് സമരം നടന്നപ്പോൾ ഇതായിരുന്നു ഉണ്ടായിരുന്നത്. ഫോറസ്റ്റുകാർ രാത്രി വീടുകളിൽ കയറി ഓരോരുത്തരുടെ അറസ്റ്റും ചെയ്ത് കേസായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ആ ഒരു സ്ഥിതി ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടാവാൻ പാടില്ല, ഉണ്ടാവരുത്. എല്ലാവരും സമരരംഗത്താണല്ലേ? നാളെ ഒന്നടങ്കം സമരരംഗത്താണല്ലേ? നാളെ ഒന്നടങ്കം സമരരംഗത്താണല്ലേ? നിലവിൽ 150ഓളം കുട്ടികൾ പോയിട്ടില്ല. ഇവിടെ ഉണ്ട്, നിലവിലുണ്ട്. കാലകാലം ഇത് ഇല്ലിത്തോട് പ്രദേശത്ത് വളരെ നാളുകളായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ഈ വന്യജീവി ആക്രമണത്തിനെതിരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സ്ഥായിയായ ഒരു പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. ഇത് പ്രധാനമായിട്ടും ഈ പ്രദേശത്തെ മലയാറ്റൂർ ഡിവിഷനിലെ ആവാസ വ്യവസ്ഥയിൽ വന്ന വ്യതിയാനം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. കാരണം ഉൾക്കാടുകളിൽ അവർ മരം സംരക്ഷിക്കുന്നതിന് വേണ്ടി സോളാർ ഫെൻസിങ് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സോളാർ ഫെൻസിങ് മൂലം ഈ പുറത്തേക്ക് വന്ന ആനകൾക്ക് ഉൾക്കാടുകളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത വിധം അവിടെ ഫെൻസിങ് സ്ഥാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഇതിലെ സ്വൈര്യമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടാക്കി തരണമെന്ന് അപേക്ഷിക്കുന്നു. സമരരംഗത്ത് സജീവമായി നിൽക്കുന്ന ആളാണ്. ഇപ്പോൾ ഒടുവിലത്തെ തീരുമാനം എന്താണ്? നാട്ടുകാരുടെ നിലപാട് എന്താണ്? സാറേ, ഒന്ന് ഫെൻസിങ് പുനഃസ്ഥാപിക്കണം, അടിക്കാട് വെട്ടണം, പിന്നെ ജനപ്രതിനിധികൾ പരമായി ഫോറസ്റ്റ് DF ഉൾപ്പെടെ ഒരു വിലയും കൽപ്പിക്കില്ല. 3 സമരം കഴിഞ്ഞു, എന്നിട്ടും യാതൊരു രക്ഷയുമില്ല. അതിലുപരിയായിട്ട് ഈ എറണാകുളം ജില്ല ഉൾപ്പെടെ ബാധ്യ സംഭവമാണ് കുടിവെള്ളം. ഈ കുടിവെള്ളമാണ് എറണാകുളം ജില്ലയിലെ ആലുവ ഉൾപ്പെടെ വെള്ളം പോകുന്നത്. എവിടെ ആണെത്താലും, സംസ്ഥാനത്ത് എവിടെ ആണെത്താലും കുന്നുകുഴിച്ചിരുന്നു ഇവിടെയാ മലയാറ്റൂർ കുന്നു. ഈ പമ്പ് ചെയ്യുന്ന വെള്ളത്തിന്റെ നേരെ ഓപ്പോസിറ്റ് കുഴിച്ചിടും. കഴിഞ്ഞ ദിവസം ആന്ധ്രാക്സ് ബാധിച്ച അതിനെ 8 സ്ഥലത്ത് ഓടിച്ചു, ഇവിടെ കുന്നുകുഴിച്ചിട്ടു. സംഭവിച്ചിട്ടാ ആ രോഗാണുക്കൾ മൊത്തം ഈ പുഴയിലേക്ക് വീണു. ഇതിപ്പോ ഈ ആനയുടെ വിഷയം, ഇപ്പോഴത്തെ ആനയുടെ വിഷയം നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ ഇടപെടുമെന്നാണ് വനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ മാതൃഭൂമി ന്യൂസ് കണ്ടിട്ട് ഞങ്ങളുടെ പ്രിയങ്കര MLA റോജി M. ജോൺ ഈ വിഷയം സംസാരിച്ചു. അപ്പൊ മിനിസ്റ്റർ വാചകമുണ്ട്. ഇത്രയും ഈ വിഷയത്തിനിടയിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആ കുട്ടി ആനയെ അമ്മയാനെ രക്ഷികളൊക്കെ ആശയാന്ന്. അപ്പൊ ജനങ്ങളുടെ വെല്ലുവിളിയല്ലേ അയാളുടെ? ജനങ്ങളുടെ വെല്ലുവിളിയല്ലേ? ഞങ്ങൾക്ക് ആവശ്യം ആന മനുഷ്യനേക്കാൻ വലുതല്ല ആന. ഞങ്ങൾക്ക് ആദ്യം ഇവിടെ മനുഷ്യൻ ജീവിക്കണം. അതുകൊണ്ട് ആനയുടെ കേസിൽ ഫെൻസിങ്, ട്രെഞ്ചിങ്, അടിക്കാട് ഉടൻ നടപ്പിലാക്കണം. സംസാരിച്ച് നിൽക്കുമ്പോഴും തൊട്ട് പറയാൻ ആനയുണ്ട്. 10-15 ആനകളുണ്ട് ഫോറസ്റ്റിൽ. ഞങ്ങളുടെ വൈസ് പ്രസിഡന്റാണ്, മെമ്പറാണ്. ഇത് ഇല്ലത്തോട് എന്ന് പറഞ്ഞ ഗ്രാമം ഈ ഇന്ത്യയിലൊക്കെയും നല്ല വായു കിട്ടുന്ന ഗ്രാമമാണ്. എന്ന് വെച്ചാൽ അത് അമേരിക്ക ഒരു ഗവേഷണ സംഘം റിപ്പോർട്ടാണിത്. ആ റിപ്പോർട്ടാണിത്. ഇത്രയും നല്ല നാട്ടില് ആനനെ അവിടുന്ന് ഇവിടുന്ന് കൊടുക്കുന്നത് വെറുതെ കത്തിക്കണം. അതിനുള്ള ഫണ്ടുണ്ട്, എല്ലാം ഉണ്ട്. ഇതൊക്കെ ഇവർ മുക്കും. ഇവരെ മുക്കിയിട്ട് എന്ത് ചെയ്യും? അവിടെ കൊണ്ടുപോയിടും. മൃഗങ്ങൾക്ക് തിന്നാണെന്നില്ല. ആ വെള്ളം ഒഴുകി ഈ പുഴയിലേക്ക് വന്നെ ഈ പ്രദേശങ്ങൾ ചാകുന്ന ആനകൾ ഇവിടെ എത്രയോ ആനകള്. പിന്നെ ഇവിടെ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫെൻസിങ് എന്ന് പറഞ്ഞ ഒരു ചെയ്യുന്ന പരിപാടി ശരിക്കും ശാശ്വതമല്ല. എങ്ങനെ ഫെൻസിങ് നടത്തിയാൽ അത് ആന തകർത്തളയും. ഇപ്പൊ ഇവർക്ക് പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യം ഉൾക്കാടുകളിൽ ഇവർ ഹെക്ടർ കണക്കിന് സ്ഥലത്ത് ഇവര് ഫോറസ്റ്റ് തേക്ക് മരം പ്ലാന്റ് ചെയ്തേക്കാണ്. ഇതിന് ചുറ്റിട്ട് അങ്ങനെ ഫെൻസിങ് എടുത്തു കളഞ്ഞാൽ മതി. ഈ ഫെൻസിങ് എടുത്തു കളഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നം തീരും. കാരണം വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന ആളുകളെ ഇതിനു മുമ്പൊന്നും ഞങ്ങൾക്ക് ഇവിടെ ശല്യം ഉണ്ടായിട്ടില്ല. ആനയ്ക്ക് അവിടെ നടക്കാൻ സ്ഥലമില്ല, അവിടെ വെള്ളമില്ല, കുടിവെള്ളമില്ല, കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ആന ഇങ്ങോട്ട് ഇറങ്ങും. ഇപ്പൊ എന്റെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് നാളെ ചേട്ടന്മാരെങ്കിലും കൊണ്ടൊരു വേലി കെട്ടിയാൽ ഞാൻ അപ്പുറത്തെ വഴിക്ക് വീട്ടിലേക്ക് ഇറങ്ങി പോകേണ്ടി വരും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഉൾക്കാടുകളിലെ ഹെക്ടർ കണക്കിന് സ്ഥലത്ത് ഇവർ കൊണ്ടുവന്ന് ഫോറസ്റ്റുകാർ കൊണ്ടിട്ട് 2 ലെയറിൽ ഫെൻസിംഗിൽ ഈ സാധനം സ്ഥാപിച്ചിരിക്കുമ്പോൾ ആന തന്നെയല്ല എല്ലാ മൃഗങ്ങളും ശരിക്കും ഇവർ ചെയ്തിരിക്കുന്നത് വലിയൊരു കുറ്റകൃത്യമാണ് ഇവിടുത്തെ ഈ ഫോറസ്റ്റുകാർ ചെയ്തിരിക്കുന്നത്. ആ പെൻസിലിംഗ് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ ബാത്റൂംമാർ പുണ്യക്കാടന്നും തട്ടേക്കാടന്നും പൂയം കൂട്ടി ആൾക്കാരെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിർത്തി അവർ കാവലെടുത്തേക്കാണ്. അത് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി കാവലെടുത്തിട്ടുണ്ട്. അവിടെ കുഴപ്പമില്ല. അതേ രീതി തന്നെ ഇവിടെ അവർക്ക് സംരക്ഷിക്കാൻ അവർക്ക് അറിയാം. അവരുടെ ഒരു തൈ ഒടിയുന്നില്ല. തൈ പോയി അവരിന്ന് പൈസ പിടിക്കും. ഫോറസ്റ്റിന്റെ തൈ അവരുടെ കാവൽക്കാരിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവരുടെ പൈസ പിടിക്കും. അതുകൊണ്ട് അവരവിടെ ദൃശ്യങ്ങളിൽ കാണാം. കുട്ടികൾ, സ്ത്രീകൾ എല്ലാവരും ഈ സമരരംഗത്തുണ്ട്. ഒരു നാടിന്റെ ഒന്നടങ്കമുള്ള ഒരു വികാരം തന്നെയാണ് കാണാനാവുന്നത്. രാവിലെ നമ്മൾ വന്നപ്പോഴും ഇതേ കാഴ്ചകൾ തന്നെ കാണാമായിരുന്നു. പഞ്ചായത്ത് ജനപ്രതിനിധികൾ കുട്ടികളുടെ ക്ലാസുകൾ മുടക്കമുണ്ട്. അതുപോലെ തന്നെ മലയാറ്റൂർ ഇല്ലിത്തോട് റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ട് കിടക്കുന്നു.
അങ്ങനെ എല്ലാവരും ഈ ഒരു ആവശ്യം, ജനകീയ ആവശ്യം എന്നുള്ള നിലയിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടണം എന്നുള്ള നിലപാടിൽ അതിശക്തമായ സമരവുമായി ചെറുപ്പക്കാരും നാടൊന്നടങ്ങി ഈ സമരരംഗത്തുണ്ട്. എല്ലാവരും ഇപ്പൊ ഉണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒട്ടും നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥയാണ്. ഇപ്പൊ ഇത് കാണുന്ന ജനങ്ങളൊക്കെ ചിലപ്പോ നമ്മളെ നോക്കി ചിരിക്കും. നിങ്ങൾ കാട്ടിലാണല്ലോ ജീവിക്കുന്നേ, നിങ്ങൾ ഇങ്ങനെ കാട്ടിൽ ജീവിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ തന്നെ ഇൻസ്റ്റയില് പല ഇപ്പൊ കഴിഞ്ഞ മാസം ഇവിടെ ഒരു ആന കുഴിയിൽ വീണു. 3 മാസം മുമ്പ് വീണിരുന്നു. അപ്പൊ ഇൻസ്റ്റയിൽ അത് ഭയങ്കര ഇതായി. ജനങ്ങള് ആനേനെ കയറ്റാൻ സമ്മതിച്ചില്ല, എന്ത് ജനങ്ങളാണ് അവിടുത്തെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇപ്പോഴും ആ സ്റ്റോറി, ആ റീൽ ഇപ്പോഴും ഭയങ്കര വൈറലായിട്ട് പോകുന്നുണ്ട്. അതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ ശരിക്കും വേദനാജനകമാണ്. കാരണം അവർ പറയും, നിങ്ങൾ സിറ്റിയിൽ ഇതിക്ക് മാറൂ, നിങ്ങൾ എന്തിനു കാട്ടിൽ ജീവിക്കണം. ജനവാസ മേഖലയാണല്ലോ. അല്ല, അവര് പറയുന്നതാണ്, അവർക്ക് അറിയില്ലല്ലോ, വിവരമില്ലാത്തവരെന്തും പറയുന്നു. പുറത്തിരുന്ന് കാണുന്ന ആളുകൾക്ക് പുറത്തിരുന്ന് കാണുന്നവർ ഇത് നോക്കി ചിരിക്കാണ്. നിങ്ങൾ കാട്ടിൽ ജീവിക്കുന്നു, നിങ്ങൾ കാട്ടിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ആനയുടെ ശല്യം നേരിടേണ്ടി വരും. അതിന് ഞങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ആന സ്നേഹികളാണല്ലോ, എല്ലാവരും ആനപ്രേമികളാണ്, ആനയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നു. പക്ഷെ അവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊരു ജനവാസ മേഖലയാണ്. ഇവിടെ ആന വന്നു, തിരിച്ച് പിന്നീട് അവർ അങ്ങനെ അങ്ങോട്ട് പോവും, നഗരത്തിലേക്ക് നേരെ കാട്ടിലേക്ക് പോവില്ല. ഒരു പട്ടണം, സിറ്റിന്നൊന്നും ആനയ്ക്കില്ല. ആനയ്ക്ക് ഇത് കാടാണോ അത് സിറ്റി ആണോ ഒന്നുമില്ല. അവർക്ക് തിന്നാൻ കിട്ടുന്നത് എവിടെ, അവരവിടെ ഉണ്ടാവും. കട കുത്തി പൊളിച്ചു വരെ ഇപ്പൊ തിന്നു തുടങ്ങി, നേരെ അങ്ങോട്ട് ചെല്ലും. അത് മാത്രമേ എനിക്ക് നാട്ടുകാരെ നോക്കി ചിരിക്കുന്നവരോട് എനിക്ക് അതേ പറയാനുള്ളൂ. ഇവിടെ സിറ്റിന്നൊന്നും ഇല്ല. നിങ്ങൾ നാട്ടുകാർ കൊച്ചുപിച്ചടക്കമുണ്ട്. അതെ, ഇപ്പൊ നോക്കി കുട്ടികളെ നോക്കൂ, ഇവര് പഠിക്കുന്നവരല്ലേ, ഇവർക്ക് പഠിക്കണ്ടേ? ഇത് അവരുടെ വിചാരം ഇത് ഏതോ ആദിവാസി നാട്, അവിടെ നിന്ന് വരുമ്പോഴേ കാടാണ്, ഇതൊരു ട്രൈബൽ ഏരിയ ആയിട്ട് അവർ അപ്പൊ തന്നെ അവര് ഇട്ട് കഴിഞ്ഞു. ട്രൈബൽ ഏരിയയിൽ ഇതൊക്കെ പ്രശ്നം തന്നെയാണ്. അതെ, വളരെ പ്രശ്നമാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ആരും ഇറങ്ങുന്നില്ല. സർക്കാരാണെങ്കിലും ഒന്നും കാണുന്നില്ല. ഇപ്പൊ നിങ്ങൾ വന്നു പോകുന്നു, ഇത് നിങ്ങളെ എന്ത് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു, ഒരു കാര്യമില്ല. ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നു. ബാക്കി അധികാര കേന്ദ്രങ്ങൾ ഇതിനു വേണ്ടി ഒന്നും എടുക്കുന്നില്ല. അവര് വരും, ഇപ്പൊ ഇത് കാണുമ്പോ ചിലപ്പോ ആരെങ്കിലും വരും, അത് നമുക്ക് ശരിയാക്കാം, നമുക്ക് ഫെൻസിങ് ഇടാം. അവര് പോയി. പിന്നെ ഇതിന് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കുറെ ഫ്ലെക്സുകളും കാണാം. ഫെൻസിങ്ങിന് വേണ്ടി അനുമതി കിട്ടി. നിങ്ങൾ ഈ വികാര പ്രകടനം എത്തേണ്ട അധികാര കേന്ദ്രങ്ങൾ എത്തുമെന്ന് നമുക്ക് കരുതാം. അധികാര കേന്ദ്രങ്ങളിൽ എത്തിയിട്ട് കാര്യമില്ല, അവർ നടപടി എടുത്തിട്ടേ ഞങ്ങൾക്ക് കാര്യമുള്ളൂ. ഈ ഒരു വികാരമാണ് ഇല്ലിത്തോട് മലയോര മേഖല പ്രകടിപ്പിക്കുന്നത് എന്ന് പറയുന്നത്.